ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഗാനമേളയൊക്കെ ഓൾറെഡി തുടങ്ങി. സൗണ്ട് കേട്ടില്ലേ? ഇപ്പുറത്തെ സൈഡിൽ ഹോർത്തൂസിന് വേണ്ടിയുള്ള അവസാന റൗണ്ട് ഡെക്കറേഷൻസ് ഒക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ നോക്ക്, ഇവിടെ ഒരു കളർഫുൾ ഔളിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ? ഇന്നിവിടെ നിറയെ ആളുകളുണ്ടല്ലോ. സ്റ്റേജ് ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. ആളുകൾ അത്രയ്ക്ക് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാരും നല്ല ആവേശത്തിലാണ്.
ഗാനമേളയും കേട്ട് വൈബ് ചെയ്ത ശേഷം ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. ഹോർത്തൂസിൻ്റെ മെയിൻ ഈവൻറ്റ്സ് തുടങ്ങാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. ഒരുക്കങ്ങളൊക്കെ എന്തായെന്നറിയണമല്ലോ. ദാ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് പുസ്തകശാലയാണ്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ. ഇത് കണ്ടോ, കുറെ പേപ്പർ ബോട്ട്സ്. മഴക്കാലത്ത് ഞാനും ഉണ്ടാക്കാറുണ്ട് ഇതുപോലത്തെ കടലാസ് തോണികൾ. ഇത് പക്ഷേ വെറും പേപ്പർ അല്ല കേട്ടോ, കട്ടിയുള്ള എന്തോ ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് മുകളിൽ ന്യൂസ് പേപ്പറും ഒട്ടിച്ചു വെച്ചു. എന്തായാലും കൊള്ളാം. ദാ നോക്ക്, ഇപ്പുറത്തുപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയൊക്കെ കണ്ടോ? എന്താണെന്നറിയില്ല, ഞാൻ ഇതുവരെ ഇതൊന്നും പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. വീട്ടിൽ പൊന്നമ്മ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. ദാ നമ്മൾ ബീച്ചിലെത്തി. അപ്പുറത്ത് ഗാനമേള നടക്കുന്നത് കൊണ്ടായിരിക്കും ഇന്ന് ബീച്ചിൽ ആളുകൾ ഇല്ലെന്ന് തന്നെ പറയാം. നമ്മുടെ പൂച്ചയെ കണ്ടോ? ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു വെച്ച് വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. വാല് നല്ല കളർഫുൾ ആണല്ലോ. ആ പെയിന്റിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, തിയേറ്റർ. ഇവിടെ എന്താണാവോ നടക്കാൻ പോകുന്നത്? കാലത്തിനൊരു സാക്ഷി, മലയാള മനോരമയുടെ ചരിത്ര സഞ്ചാരം. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ? മനോരമ ആരംഭിക്കുന്ന കാലം മുതലുള്ള എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെയും ഫോട്ടോസും പത്രവാർത്തകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ആരാ വെൽക്കം ചെയ്യുന്നതെന്ന് കണ്ടോ? നമ്മുടെ കുഞ്ചുകുറുപ്പ്. മനോരമ പത്രം ആദ്യമായി അച്ചടിച്ച പ്രിന്ററാണത്. ദാ മലയാള മനോരമ പത്രത്തിൻ്റെ ആദ്യ ലക്കത്തിൻ്റെ 1-ാം പേജ്. പിന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം അച്ചടിച്ചു വന്ന പേജുകൾ ഒക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആദ്യകാലത്തുണ്ടായ ഇപ്പോഴുമുള്ള പത്രം എന്ന നിലയിൽ മലയാള മനോരമയുടെ ഹിസ്റ്ററി നമ്മുടെ നാടിൻ്റെ തന്നെ ഹിസ്റ്ററിയാണെന്ന് പറയാം. ഇത് കണ്ടോ, ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. ഈ ബോർഡിലെ നമുക്ക് കുഞ്ചുകുറുപ്പിനെ വരയ്ക്കാം. 2 ബോർഡുകളുണ്ട്, പക്ഷേ രണ്ടും കുഞ്ചുകുറുപ്പുമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ ഇടയിലുള്ള ചെറിയൊരു ഗ്യാപ്പ് കണ്ടെത്തി ഒരു കുഞ്ഞിക്കുറുപ്പിനെ വരച്ചു. എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞിക്കുറുപ്പ്? നോക്കൂ, പലതരം കുറുപ്പുകളുണ്ട് ഇവിടെ. ഇതൊക്കെ മനോരമ പബ്ലിഷ് ചെയ്യുന്ന
പലതരം മാഗസീൻസിന്റെ സാമ്പിൾ കോപ്പീസ് ആണ്. ഇവിടെയെല്ലാം അവസാന ഘട്ടം മിനുക്കുപണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാ അപ്പുറത്ത് കുറെ കൂടാരങ്ങളും ഉണ്ട്. ഇതാണ് കൊച്ചി ബിനാലെ പവിലിയൻ. ഇത് ഓൾറെഡി ഓപ്പൺഡ് ആണ്. പക്ഷേ ഇന്നിപ്പോൾ 9 മണി ആയതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തു. ഇതിനി നാളെ കാണാം. ഇത് കണ്ടോ, എന്ത് ബ്യൂട്ടിഫുള്ളും യുണീക്കുമായ ആർട്ട് പീസാണിത്. വാവ്. ദാ ആദ്യം കണ്ട സ്റ്റേജിൽ ഗാനമേള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. വീട്ടിലെത്തിയാലും പാട്ട് കേൾക്കാലോ. അപ്പോൾ ബൈ ഫോർ ടുഡേ. ഹോർത്തൂസിന്റെ മെയിൻ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.